സർക്കാർ ജോലി കഴിഞ്ഞപ്പം കൃഷിയിലേക്ക് പൂർണ്ണമായിട്ടും മാറി അല്ലേ? നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ചും കൂടെ കപ്പയും മഴ കാണാൻ തുടങ്ങി. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരനാണ് ഇരിക്കുന്നത്. അതെ അതെ. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ബെന്നി പാലക്കിൽ എന്ന കർഷകന്റെ അടുത്താണ്. അദ്ദേഹം KSRTCയിലെ മുൻ ജീവനക്കാരനായിരുന്നു. റിട്ടയർമെന്റിന് ശേഷം പൂർണ്ണ കർഷകനായി മാറിയ അദ്ദേഹത്തിന്റെ കൃഷി രീതികൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ബെന്നിച്ചൻ എത്ര വർഷമായി നാടൻ പശുക്കളൊക്കെ വളർത്താൻ തുടങ്ങിയിട്ട്? 25 വർഷം കഴിഞ്ഞു. 25 വർഷം മുമ്പ് ഉണ്ടായിരുന്നു അല്ലേ? ഏതൊക്കെയാണ് വളർത്തിയിട്ടുണ്ട്? ഞാൻ ബെച്ചൂര്, കാസർഗോഡിന്, കപില, ഗീറ്. ഗീർ നാടൻ ഇനത്തിൽപ്പെട്ടതാ അല്ലേ? ഗീർ പശുവിന് പാല് കൂടുതൽ കിട്ടിയല്ലേ? പാല് കൂടുതൽ കിട്ടും. എത്ര ലിറ്റർ വരെ കിട്ടും? അത് നല്ല ഒറിജിനൽ ആണെങ്കിൽ 10 ലിറ്റർ പാല് കിട്ടും. 10 ലിറ്റർ കിട്ടും. നമ്മുടെ ഈ കണ്ടമാനം വേണം. ഇതിൽ ഈ വെച്ചൂരാണോ കാസർഗോഡിലാണോ പാല് കൂടുതൽ കിട്ടുന്നത്? വെച്ചൂരിന്റെ പാല് കിട്ടുന്നേ. അതൊരു എത്ര ലിറ്റർ വരെ കിട്ടാം? അതൊരു 3 ലിറ്റർ 3.5 ലിറ്റർ വരെ കിട്ടും. നല്ല വെച്ചൂര്. നമ്മളന്നേരം ഈ കൈത്തീറ്റ വല്ലതും കൊടുക്കുന്നുണ്ടോ? കൈത്തീറ്റ എന്ന് പറഞ്ഞാൽ തവിട് കൊടുക്കും. തവിടും പിണ്ണാക്കും കൊടുക്കും. പിന്നെ പുല്ല് അല്ലേ? പുല്ല് ധാരാളം കൊടുക്കുന്നു. ഓക്കെ കൊടുത്തതിന്റെ പാലിന് ഗുണം പോയല്ലോ. ഇതിനെന്താണ് വില ഈ പാലിന്? പാല് ഇവിടെ ഇപ്പൊ 10-70 രൂപയൊക്കെ ഇവിടെ വിൽപ്പന നടക്കുകയല്ലേ? ഈ ധന്വന്തരിയിൽ അവിടെ കൊണ്ടുപോയി കൊടുത്താൽ 100 രൂപ 150 രൂപ 120 രൂപയൊക്കെ ഉണ്ട്. ഇവിടെ ഈ കുരിയനാടൊക്കെ 120 രൂപയൊക്കെ കൊടുക്കുന്നു. നാടൻ പശുവിന്റെ പാല്. നാടൻ പശുവിന്റെ ചാണകവും മൂത്രവും കൂടെ അല്ലേ പ്രധാനം? അതെങ്ങനെയാ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് പിണ്ണാക്കും മൊത്തത്തിലേക്ക് ഇട്ട് പുളിപ്പിച്ച് പച്ചക്കറി ഒഴിക്കും. പച്ചക്കറി ഒഴിക്കും. ഇതിനകത്ത് ഈ ഒന്നും ചേർക്കാത്തതുകൊണ്ട് നല്ല ചാണകമായിരിക്കും അല്ലേ? വലിയ ചാണകത്തിനും വില കിട്ടത്തില്ലേ? ചാണകത്തിന് വില കിട്ടും. നമ്മുടെ ഈ പുളിപ്പിച്ചൊഴിക്കാൻ വേണ്ടി അല്ലേ? പിന്നെ ആൾക്കാർ വന്ന് മേടിക്കാൻ എന്റെ പ്ലാവയിലൊക്കെ കെട്ടി വെക്കാനാണോ? ചക്ക ഉണ്ടോ അല്ലേ? നാടൻ പശുവിന്റെ ആണ്. ഇവിടെ വന്ന് ആൾക്കാരുടെ എടുത്തോണ്ട് പോകാറുണ്ട്. ടാക്കള് നമ്മള് മൂക്കയറിട്ടില്ലെങ്കിൽ നിൽക്കുകയല്ലേ? ഇത് വലിയ അങ്ങനെ ഇവരെ അഴിച്ചുവിട്ട് ഇങ്ങനെ കൂട്ടി നിറക്കാറില്ല. അഴിച്ചു വിടുമ്പോ ഒരു ഓട്ടം ഓടിയിട്ട് നമ്മൾ പുറകെ എന്നാ പിന്നെ ഓടും. ഇല്ലെങ്കിൽ അവർ തിരിച്ചു തന്നെ വരും. ഈ ചെറിയ പശുക്കളാണെങ്കിലേ നമ്മളൊന്നും പിടിച്ചാ ചിലപ്പോൾ നിൽക്കാനെന്ന് പറയാം. നല്ല ആരോഗ്യം. മാടുകളൊക്കെ കയ്യാലൊക്കെ ചാടി കയറി പോകും അല്ലെ? നമുക്ക് ഈ ആട് വളർത്തുന്ന ഏത് കയ്യാലൊക്കെ കൊണ്ടേ കേട്ടോ. പിന്നെ നല്ല ബുദ്ധിയുണ്ട്. എവിടെയും കെട്ടി ചിറ്റി പെട്ടെന്ന് മറിഞ്ഞു വീണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അപകടമൊന്നും ഉണ്ടായില്ല. അപകടമില്ല. കാലും കൈക്കുമൊക്കെ നല്ല ആരോഗ്യമുണ്ട്. ജേഴ്സി പശു ഒക്കെ ഒരു 3 പ്രസവം കഴിഞ്ഞാല് നിർത്താൻ പറ്റത്തില്ലോ? ഇതൊക്കെ 9 പ്രസവിച്ചിട്ടുണ്ട് ഇവിടെ. 9-10 അല്ലെ? അതിനൊന്നും ഒരു പ്രശ്നമില്ല, യാതൊരു പ്രശ്നമില്ല. ഇതൊക്കെ അത് പ്രസവിച്ച രാവിലെ വരുമ്പോ കിടാവ് കൂട്ടുണ്ട്. അത് നമുക്ക് അറിയാൻ പറ്റത്തില്ലേ എപ്പം പ്രസവിക്കുന്നുള്ളേ. അപ്പൊ ഇതിന് മാശ് പോകുന്ന നേരത്തെ മാശ് വല്ല പ്രശ്നമുണ്ടോ? അത് മച്ചു പോകുന്നതിന് മുമ്പ് അറിഞ്ഞു. അല്ല, മാശ് എടുത്തില്ല. ഇത് പെട്ടെന്ന് മാശ് തന്നെയല്ലേ? അപ്പൊ നിന്ന് കഴിഞ്ഞാൽ പാല് കുറെയൊക്കെ ചുമ്മാ പറയുന്നത്. കാട്ടിലൊക്കെ ഇത് മാശ് തിന്നുന്നതിന്റെ ഉദ്ദേശിച്ച് കാട്ടു ജീവിയാണല്ലോ. അതെ. അപ്പൊ ഇത് കാട്ടിൽ ഇത് ഉണ്ടായി കഴിയുമ്പോ ഇതിന്റെയൊക്കെ മണം അടിച്ച് മറ്റു പുലിയോ കടുവയൊന്നും ഒന്നും ഇവരെ പിടിക്കാതെ തിന്നുന്ന അല്ലെ? ഇതിലെങ്കിലും ഒക്കെ പോകുമ്പോ നല്ല പശുക്കളെ കിട്ടും, മേടിക്കും. അങ്ങനെ വാങ്ങിച്ചോണ്ട് നിർത്തും. പിന്നെ സ്ഥിരമായിട്ട് ഒരെണ്ണം ഉണ്ട് പിടിക്കാനായിട്ട്. നേരത്തെ ആടൊക്കെ ഇല്ല? ആടുണ്ടായിരുന്നു. ആട് 2-3 ഐറ്റങ്ങളുണ്ടായിരുന്നു. ഈ കുള്ളന് അതിപ്പോ അല്ല, അതെല്ലാം നിർത്തി. അതിനെ നിർത്തിയേ? അത് ഇവിടെ അങ്ങനെ വലിയ ചെലവില്ല. അതൊരു ഷോയ്ക്ക് വേണ്ടി അല്ലേ? പിന്നെ അങ്ങനെ കൊല്ലാൻ കൊടുക്കാനുള്ള മടി. അത് എന്തോരം പൊക്കം കാണും? അതൊരു 1.5 അടി അത്രേ ഉള്ളൂ. ഇതിൽ അഴിച്ചു വിട്ടേക്കുമായിരുന്നു. അതിനെയാണോ ഈ റോഡ് ഒരാള് ഒരു മുട്ടനെ പിടിച്ചോണ്ട് പോയി? അത് ആരാന്ന് മനസ്സിലായോ? അതൊന്നും അറിയത്തില്ല. വണ്ടിക്കാരാണ്ട് കെട്ടിക്കൊണ്ട് റോഡ് കട നടക്കുന്നുണ്ടോ അല്ലേ? പക്ഷെ അതൊരു നല്ല ഇണക്കമായിരുന്നേ. ഫാൻസി. ഇപ്പൊ അതിന് ഭയങ്കര ഡിമാൻഡാ ആണല്ലേ? ഇപ്പൊ ഒരു കുഞ്ഞിനെ കെട്ടണമെങ്കിൽ 10,000 കൊടുക്കണം. പിന്നെ ഈ നല്ല വിലയുള്ള ഒരു ഇനം ഉണ്ടല്ലോ, അത് എന്നതാ? ബീറ്റലൊക്കെയോ? ബീറ്റലല്ല, നമ്മുടെ പശുക്കളില് ഈ പൊക്കം കുറഞ്ഞ പൊങ്ങന്നൂര് അതുണ്ടോ? അതില്ല. ഒരു കിടാവുണ്ടായിരുന്നു. കാസർഗോഡിന് കുത്തിവെച്ചതാ. അങ്ങനെ കുത്തിവെച്ച ഒരു കിടാവുണ്ട്. പക്ഷെ അത് ഒറിജിനൽ കിട്ടിയല്ല. അല്പം കൂടെ വലിപ്പം മറ്റേ കാസർഗോഡിനെക്കാളും വലിപ്പം കുറവായിരിക്കുന്നുള്ളൂ. അതിന്റെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും. കയറി വരിക, ആൾക്കാരുമായിട്ട് ഭയങ്കര ഇണക്കം. അത് അപ്പൊ ഇത് കുത്തിവെക്കാനുള്ള ബീജം നമുക്ക് ഇവിടെ കിട്ടുമോ? ഇവിടെ കിട്ടും. തൊടുപുഴ കിട്ടും. നമ്മുടെ സർക്കാർ ആശുപത്രികൾ കിട്ടുമോ? സർക്കാർ ആശുപത്രിയിൽ ഉണ്ടോന്ന് അറിയില്ല. നമ്മള് പ്രൈവറ്റ് ആയിട്ട് ചെയ്യാം. അവര് ഇവിടെ വന്ന് കുത്തിവെക്കും അല്ലെ? അപ്പൊ അതിന് പൈസ 1000 രൂപ കൊടുക്കണം. കൂടുതൽ കൊടുക്കണം. ഈ ഇതിന്റെ ഇനം തന്നെ കിട്ടണം. പക്ഷെ ഒറിജിനൽ കിട്ടിയല്ല. ആയിരിക്കുമല്ലോ. അപ്പൊ ഈ കാസർഗോഡിന് തന്നെ കുത്തിവെക്കാം അല്ലെ? അപ്പൊ ഈ ചെറിയ ഇനങ്ങളിൽ വലിയ ഇതിനെ കുത്തിവെക്കാൻ പറ്റത്തില്ലോ?
ഇല്ല അത് കിടാവ് വലുതായി പ്രസവിക്കാൻ ബുദ്ധിമുട്ടും കിടാവ് ചത്തുപോകുകയൊക്കെ ചെയ്യും. കിടാവ് വലിപ്പം വെക്കും അല്ലേ? ചിലപ്പോൾ വലിപ്പം അതായത് നമുക്ക് ഇതിന് ഇതിപ്പം 20 ദിവസമായ കിടാവായി നിൽക്കുന്നത്. ഓഹോ അപ്പൊ അതിന്റെ വലിപ്പം കണ്ടില്ലേ? 20 ദിവസമായ ഒരു എച്ചപ്പിന്റെ കിടാവെന്ന് പറയുമ്പോൾ വലിപ്പം വരും, അതിനൊക്കെ വലിപ്പം വരും. അപ്പൊ നമുക്ക് ഈ കാസർഗോഡ് പോലുള്ളതിനകത്ത് അതിനൊക്കെ കുറഞ്ഞ എന്നെ കുത്തി വെക്കാം. ഒറിജിനൽ കിട്ടണം നിർബന്ധമില്ല. ഒറിജിനൽ കിട്ടാം, അത് റോസായിട്ട് വരും. അപ്പൊ ഈ അങ്ങനെ കുത്തി വെച്ച് നമുക്ക് കിട്ടുന്ന കുഞ്ഞു പെണ്ണാണെങ്കിൽ വീണ്ടും അത് തന്നെ കുത്തി വെച്ച് 4 തലമുറ കഴിയുമ്പം ഒറിജിനൽ അതിന്റെ ഏകദേശം ഒറിജിനൽ കിട്ടും അല്ലേ? പിന്നെ കളറ് വെള്ളയാണെങ്കിൽ ആ വെള്ള കളർ നല്ല ആ പൊങ്ങന്നൂരിന്റെ ഈ പൊങ്ങന്നൂരിനൊക്കെ 1,00,000 രൂപ കൊടുക്കണ്ടേ ഇപ്പം? 1,00,000 രൂപ മുകളിലൊക്കെ പറഞ്ഞു. മുകളിൽ വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ട തൃശ്ശൂർ കൊടുക്കണം 1,50,000 രൂപ. 1,50,000 രൂപ. ഒക്കെ അതിനും ചിലപ്പോ മേടിക്കും. ഇവിടെ ഉണ്ട് കൊടയത്തൂര്, അല്ല കോളപ്പറയാണ് ഒരു സാറിന്റെ വീട്ടിൽ ഒറിജിനലാണ്. ശരി. അവിടെ എത്ര ഉണ്ട്? പുള്ളിക്ക് 4 എണ്ണം 5 എണ്ണം ഉണ്ട്. ഇതിനെ തന്നെ വളർത്തുന്ന ആളുകളുണ്ട്. ശരിക്കും ഒരു 8-10 നാടൻ പശുക്കളെ തന്നെ വളർത്തി അതിന്റെ പാല് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ലാഭകരമല്ലേ? അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാനേ കുഴപ്പമില്ല. സ്വന്തമായിട്ട് നമുക്കിപ്പോ ഒരു 3-4 പശു ഇപ്പൊ 2 ദിവസത്തെ കിടക്കുന്നുണ്ട്. ഇപ്പൊ 2 ലിറ്റർ പാല് കൊടുക്കുന്നുമുണ്ട്. നമുക്ക് ഇതിന് പുല്ല് കുറച്ച് പോലെ കുറച്ച് മതിയല്ലോ. ഇവർക്ക് ഈ നല്ല പുല്ലായിട്ടൊന്നും വേണ്ട, ഈ പള്ളയും അങ്ങനെയുള്ള പച്ച പുള്ളത് മതി. പിന്നെ ആരോഗ്യമുണ്ട് അല്ലെ? അസുഖങ്ങൾ ഉണ്ടാകില്ല. അസുഖമില്ല. സാധാരണ പശുക്കളെ വളർത്തുന്നവർക്ക് എന്നും മരുന്ന് മേടിക്കണം. വിരമരുന്ന് പോലും കൊടുത്തല്ല. കൊടുത്തതല്ല, വിരമരുന്നിന്റെ കാര്യമില്ല. മറ്റേക്കാണെ 15 ദിവസം ആകുമ്പം വിരമരുന്ന് കൊടുക്കണം. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് പാല് കുടിച്ച് രാവിലെ ഒരു ചോര കറക്കും. അതിന് ബാക്കി ഒരു 4 മണി വരെ കുടിക്കുക. ഈ പശു മാടും അല്ലാതെ വേറെ എന്തൊക്കെയാ ഉള്ളേ? വേറെ മീനുണ്ട്. മീൻ എന്നൊക്കെ മീനാ ഉള്ളേ? മീന് ഗൗരിയം സിലോപ്പിയായി. ഗൗരിയം സിലോപ്പിയ. വാള ഉണ്ടായിരുന്നു. വാളയെ വലിയ ചെലവില്ല. വാള ടേസ്റ്റ് ഇല്ലല്ലേ? ടേസ്റ്റ് ഉണ്ട്. വലിയ നെയ്യാകാതിരുന്ന. എത്ര നാൾ കൊണ്ട് പിടിക്കാൻ പറ്റും? 8 മാസം. 8 മാസം മതി. ഗൗരി എത്ര നാൾ വേണം? ഗൗരി ഒരു 3 വർഷം 2 വർഷമെങ്കിലും വേണം. എന്നാലും ആകുമ്പോഴത്തേക്ക് ഒരു 3 കിലോ ആവും. ഗൗരിയല്ലേ ഏറ്റവും ടേസ്റ്റ് ഉള്ളത്? വിലയുണ്ട്. അത് 2 എണ്ണം ഉണ്ടോ അല്ലേ? 2 എണ്ണം ഉണ്ട്. 2 കിടപ്പുണ്ട് എനിക്ക്. ഉണ്ടല്ലേ? എനിക്കൊരു 3 കിലോ 4 കിലോ ഉള്ള ഒരു 10-40 കിടപ്പുണ്ട്. അപ്പൊ ഇത് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കൊടുക്കാൻ വരെ? കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി അതിനെ ഇട്ടേക്കുന്നതിന്. പിന്നെ കുറച്ച് താറാവുണ്ട്. കരിങ്കോഴിയുണ്ട്, നാടൻ കോഴിയുണ്ട്. ഈ താറാവിന് നല്ല വിലയില്ലേ താറാവ് മുട്ടയ്ക്ക്? താറാമുട്ടയ്ക്ക് ഇപ്പം നല്ല വിലയുണ്ട്. നാടൻ താറാവ് മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു പോകും അല്ലേ? ആവശ്യക്കാരുണ്ട്. ഈ വരുന്നതെല്ലാം കേടായി. അതെ. താറാവ് മുട്ട പെട്ടെന്ന് കേടാവൂലോ. ഈ ആലപ്പുഴ സൈഡില് താറാവ് മുട്ടയ്ക്ക് വിലയും കുറവാ, കോഴിമുട്ടയ്ക്ക് വില കൂടുതലും. അവിടെ കൂടെ കലവൂര് പോയി മാതാവിന് പള്ളിയില് ആലപ്പുഴ അവിടെ ചെന്ന് 10 രൂപ, താറാവ് മുട്ടയ്ക്ക് 7 രൂപ. അവിടെ താറാവ് കൂടെ ഉണ്ട്, കോഴിയില്ല. വെള്ളമില്ല. എല്ലാം അഴിച്ചു വിട്ട് വളർത്തണം. അഴിച്ചു വിട്ട് വളർത്തണം, എന്നാലും അതിന്റെ യഥാർത്ഥ ഗുണം കിട്ടത്തുള്ളൂ. ഇതൊരു മീൻകുളം അല്ലേ? ഇതൊരു മീൻകുളം. ഇതിനകത്ത് അല്ല, അത് ഇട്ടേക്കുന്ന വയറ് നിറഞ്ഞുകൊണ്ട് വരാൻ വഴിയില്ല. അവർക്ക് ആ സമയം അറിയാം. ഞാൻ 6 മണിക്ക് തീറ്റ കൊടുക്കുന്നു. രാവിലെ ഞാൻ ഏക്കുന്ന ഇവർക്ക് തീറ്റ കൊടുക്കും. ഇതിനകത്ത് ഗൗരി ഉണ്ടോ? ഇതിനകത്ത് ഗൗരി കിടക്കും. ഗൗരി കിടക്കും അല്ലേ? ഇല്ല, അവർക്കറിയാം. പിന്നെ ഒരു വിവരമുള്ളവരാ. ഗൗരി അടിയിൽ കിടക്കുള്ളൂ. രാവിലെ എടുക്കാണ്. രാവിലെ ഒരു ഒച്ച കേൾക്കുന്നവര് പൊങ്ങി വരും. ഇത് പിന്നെ പറയാം പതുക്കെ പൊങ്ങി വന്ന് തിന്നോളൂ. ചിലപ്പോ പൊങ്ങി വരും. ഇപ്പം വയ നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് വരാൻ സാധ്യത കുറവാണ്. ഈ നാടൻ പശു അല്ലാണ്ട് മറ്റു പശുക്കൾ ഉണ്ടായിരുന്നോ? ഇടയ്ക്ക് പലയിടത്തും ഇടയ്ക്ക് മേടിക്കും കൊടുക്കുന്നു. അങ്ങനെ ഉള്ളൂ. അതിനെ അങ്ങനെ വളർത്താറില്ല. നമുക്ക് അതിന്റെ പാലിന് ആവശ്യമില്ല. പാല് കൊടുക്കാനോ ഇവിടെ അങ്ങനെ വിലയൊന്നുമില്ല. പിന്നെ സൊസൈറ്റി കൊണ്ട് കൊടുക്കാനുള്ള ഈ നാടൻ പശുവിനെ വളർത്തുന്നതിന് വലിയ പാടില്ലല്ലോ അല്ലേ? വലിയ പാടില്ല. രാവിലെ തീറ്റ കൊടുക്കുന്നു. പുല്ലൊക്കെ നമുക്ക് സ്വന്തമായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇല്ല, നമ്മള് ഹൈവേന്ന് വിട്ടുമല്ലേ? ഹൈവേന്ന് ആഴ്ച 3 ലോഡ് പുല്ല് വെട്ടി മാറ്റാം നമ്മൾ ഹൈവേന്ന്. അപ്പൊ ഒരു പരോപകാരം കൂടെ. അതെ. ഇന്നിപ്പം റോഡ് സൈഡിൽ നടക്കാൻ പറ്റിയ അവസ്ഥ. അപ്പൊ ഈ വണ്ടിയായിട്ട് പോകും. ബോട്ട് ഓട്ടം ബോട്ട് പോലും പറ്റും. അങ്ങനെ വെട്ടിയെടുത്തോണ്ട് പോരും. 25 വർഷമായിട്ട് ആഴ്ച 3 ലോഡ് പുല്ല് വെച്ച് റോട്ടിൽ നിന്ന് വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുക. അത് ശരി. ഒരു കർഷകനെ സംബന്ധിച്ച് ഉറപ്പായിട്ടും ഒരു പശുവെങ്കിലും വേണം അല്ലെ നമ്മുടെ വീട്ടിൽ? അല്ലെങ്കിൽ ഈ ചാണകത്തിനൊക്കെ ഭയങ്കര വിലയല്ലേ? ചാണകത്തിന് വില. പിന്നെ നല്ല പാല് കുടിക്കാം. അതെ. ആരോഗ്യമുള്ള പശുവിനെ നമ്മൾ മേടിക്കുന്നത് എന്തൊക്കെ അസുഖമുള്ളതെന്ന് പറയാൻ പറ്റിയില്ല. അതെ. ആ എണ്ണൊക്കെ പൊടി കലക്കിയാന്ന് അറിയത്തില്ല. അതുപോലെ ഈ കറക്കുന്നതാണെങ്കിലും എങ്ങനെ കറക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? ഈ നാടൻ പശുവിനുള്ള ഗുണം ഇത് ചാണകത്തിൽ കിടന്ന് അങ്ങനെ കിടക്കില്ല. ഒരു വൃത്തിയായിട്ട് കിടക്കും. മാറി കിടക്കും.
അതായത് ഒരിടത്ത് കൊണ്ടേ കെട്ടിയാൽ പോലും അതെ. അവിടെ നിൽക്കില്ല, അവൻ കറങ്ങി കറങ്ങി പറമ്പാണെങ്കിലും നല്ല വെടിപ്പാക്കി. ഞാൻ ഇറക്കി കിട്ടാറില്ല, വല്ലപ്പോഴും ഇറക്കും. ബെന്നിച്ചേട്ടന് KSRTC ജീവനക്കാരനല്ലായിരുന്നോ? KSRTC പെൻഷനായി, പെൻഷനായി. 22 വർഷം ജോലി ചെയ്തു. അപ്പൊ അന്നേരം ഉണ്ടായിരുന്നു, ആ സമയത്ത് ഉണ്ടായിരുന്നു. അന്നും ഉണ്ടായിരുന്നു. സർക്കാർ ജോലി കഴിഞ്ഞപ്പം കൃഷിയിലേക്ക് പൂർണ്ണമായിട്ടും മാറി അല്ലേ? നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ചും കൂടെ കപ്പയും മഴയൊക്കെ കാണാൻ തുടങ്ങി. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരനായിട്ട് ഇരിക്കുന്നത്. അതെ അതെ. അല്ലെങ്കിൽ പെൻഷൻ പറ്റി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒതുങ്ങുള്ളൂ. എത്ര വർഷമായി പെൻഷൻ പറ്റിയിട്ട്? ഇപ്പൊ 4 വർഷം. ഈ നിങ്ങളുടെ പെൻഷൻ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? ഇപ്പൊ കുഴപ്പമില്ല. നേരത്തെ കിട്ടാവുന്ന സമയമില്ലായിരുന്നു. കുറച്ച് സമയത്തേക്ക് ഉണ്ടായിരുന്നു, കൂടൊക്കെ കഴിഞ്ഞ കുറെ കാലത്തേക്ക് കിട്ടാതെ വന്നായിരുന്നു അല്ലേ? പിന്നെ അതെല്ലാം കിട്ടിയോ? ഒന്നിച്ച് കിട്ടി. എന്നാലും കൃഷി നമുക്കൊരു ആരോഗ്യം അല്ലേ? ആരോഗ്യം, മനസ്സും എപ്പോഴും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം. അതെ. പിന്നെ ഇതൊക്കെ എല്ലാ ദിവസവും ഒന്ന് പരിചരിക്കണമെന്നേ ഉള്ളൂ. ഇതിന് പുറകെ നിൽക്കണം അല്ലേ? ആടെ പശുവൊക്കെ ആകുമ്പോ അതിന്റെ പുറകിൽ വേണം. പിന്നെ നേരത്തെ പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇനിയിപ്പം പച്ചക്കറി തുടങ്ങുമായിരിക്കും. ഇനി മഴ മാറിയില്ല, ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ അല്ലേ അല്ലേ പച്ചക്കറി തുടങ്ങുന്നത്? ഉണ്ടാകുന്നായിരുന്നു, പക്ഷെ ഇപ്രാവശ്യം മഴ കൂടിപ്പോയില്ലേ, പെട്ടെന്ന് മഴയെല്ലാം വന്ന് എല്ലാം നശിച്ചു പോകും അല്ലേ? പിന്നെ കുറച്ച് പൂച്ചെടികള് ഭാര്യയുടെ ആണല്ലേ? ഇതെന്ത് വാഴ ഇത് തിരുവനന്തപുരംകാർ പറഞ്ഞ കപ്പ വാഴ എന്ന് പറയും. നമ്മുടെ ഇവിടെ എന്നാ ചുവന്ന ചിങ്ങനോ ആ ചുമല കളറുള്ള കായും, അതായത് നമ്മുടെ ഈ ചുവന്നിരിക്കുന്നു അല്ലേ? ഇവിടെ അങ്ങനെ കാര്യമായിട്ട് കൃഷിയില്ല. ഇത് നമ്മുടെ തെക്കൻ സൈഡിലേക്കാണ്, കൊല്ലം കൊട്ടാരക്കര തിരുവനന്തപുരം സൈഡിലാണ് ഇതിന് ഭയങ്കര ഡിമാൻഡാ. ഇതെവിടെ അതിന്റെ വിത്ത് മേടിച്ചേ? ഇത് എനിക്കുണ്ടായിരുന്നു കുറെ കാലം, നിലവുണ്ടായിരുന്നു. വലിയ കേടില്ല. കേട് കുറവുണ്ട്. ഇത് രാസവളമൊന്നും ഇരുന്നില്ല, ഇത് ചാണകവും കണ്ട പുല്ലും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.